അതായത് നമ്മളിപ്പോൾ ഒരു ഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിലൊരു സിം ഇട്ടിട്ട് കോൾ ചെയ്യും, ഇൻ്റർനെറ്റ് ഇട്ടിട്ട് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഉപയോഗിക്കും. അതിലപ്പുറം ഇപ്പം കാര്യമായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല അല്ലേ? എന്നാൽ ഇതുപോലെ അറിഞ്ഞുകൂടാത്ത പിന്നെ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിലെന്തൊക്കെ സെറ്റിങ്സ് ഉണ്ട്, എന്തൊക്കെ അതിൽ ഉപയോഗിക്കുക, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആൾക്കാരുണ്ട് ഇന്ന്. പിന്നെ എല്ലാവരും ഇതൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല, അത് പഠിക്കാൻ ശ്രമിക്കുന്നില്ല, ആയിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഫോണിലുള്ള ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് സെറ്റിങ്സ് ഒക്കെ ഇല്ലേ, ചില സെറ്റിങ്സ് വളരെ ഉപകാരമുള്ള സെറ്റിങ്സ് ആയിരിക്കും. അങ്ങനത്തെ ഈ ഉപകാരമുള്ള ചെറിയ ചെറിയ സെറ്റിങ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താക്കിയാൽ ഇപ്പം എൻ്റെ കുറ്റമൊന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റിങ്സാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയാത്തതായിരിക്കും. നിങ്ങൾക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എൻ്റെ കുറ്റമല്ല, നിങ്ങൾ അറിയാത്തവർക്കൊന്നും അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്ക്. അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇതങ്ങ് മനസ്സിലാക്കിയതിന് ശേഷം അറിഞ്ഞുകൂടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക്. അതിനൊന്നും വലിയ ചിലവൊന്നുമില്ല, അതിനാറൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് എന്താ സെറ്റിങ്സ് എന്ന് നോക്കല്ല ഇന്നത്തെ. അതിൻ്റെ മുന്നേ വേണ്ട, ഞാൻ പറയുന്നില്ല. ചാനൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഇന്നത്തെ സെറ്റിങ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കോൾ ചെയ്യാത്ത ആൾക്കാരല്ലല്ലോ, ഫോൺ ചെയ്യാത്ത. ഇപ്പോൾ ചില നമ്പറുകളിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കും, ചില കുറച്ച് നമ്പറുകളിലേക്കോ സ്ഥിരമായിട്ട് വിളിക്കും. അങ്ങനത്തെ ഒരിക്കൽ ഫോണിൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റും കോൾ ലോഗ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്ട് ഡയറക്റ്റ് ഡെയിലർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്ട് ഡയറക്റ്റ് കോൾ ചെയ്യാൻ കഴിയുന്ന ഒരു പിന്നെ ടെക്നിക്ക്. അതുപോലെ തന്നെ പിന്നെ അതേനും അതുപോലത്തെ ചില പ്രത്യേക നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്കത് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നിങ്ങളത് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഒഴിവുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് ആയിട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇവിടെ വിഡ്ജറ്റ് വരും. പിന്നെ കുറേ ഓപ്ഷൻസ് വരും, വാൾപേപ്പർ, വിഡ്ജറ്റ്, ഇങ്ങനെ ട്രാൻസ്ലേഷൻ. ഇത് വേറെ ഒന്നുണ്ട്, ഇത് ഓരോ ഫോണിലും ഇതിൻ്റെ ഈ സെറ്റിങ്സിൽ മാറ്റം ഉണ്ടാവും. അതും എൻ്റെ കുറ്റമല്ല, അതായത് കമ്പനിക്കാരുടെ കുറ്റമാണ്. ഇപ്പോൾ സാംസങ്ങിലുള്ള പോലെ ആക്കിയാൽ ഷോമിയിൽ ഉണ്ടാകുക, അതുപോലെ ആക്കിയാൽ ഓപ്പോയിൽ ഉണ്ടാകുക, അതുപോലെ ആക്കിയാൽ ഹുവായിൽ ഉണ്ടാകുക. അങ്ങനെ ഓരോന്നിലും ഓരോ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് വിഡ്ജറ്റ് എടുത്താൽ മതി. അതിപ്പം പ്രശ്നമില്ലല്ലോ. വിഡ്ജറ്റ് എടുക്കുക, വിഡ്ജറ്റ് എടുത്തിട്ട് വിഡ്ജറ്റ് ഓപ്പൺ ചെയ്താൽ പിന്നെ അങ്ങനെ നോക്കിയാൽ കോണ്ടാക്റ്റ് കാണും. എവിടെയും കോണ്ടാക്റ്റിൻ്റെ കോണ്ടാക്റ്റ് പോയി, കോണ്ടാക്റ്റ് പോയോ? ഇതാ കോണ്ടാക്റ്റ് ഉണ്ട്. ആ കോണ്ടാക്റ്റിൽ ഒന്ന് ഞെക്കിയാൽ ഇവിടെ 3 ഓപ്ഷൻ വേറെ വരും. ചിലതിൽ 2 ഉണ്ടാവും, ചിലതിൽ 3 ഉണ്ടാവും. അതിൽ കോണ്ടാക്റ്റ്, ക്വിക്ക് മെസ്സേജ്, സ്പീഡ് ഡയൽ, ഇങ്ങനെ 3 ഓപ്ഷനാണ് ഉണ്ടാകുക. നമുക്കിപ്പോൾ സ്പീഡ് ഡയൽ നോക്കാം. സ്പീഡ് ഡയൽ എന്നുള്ളതിൽ ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ, ഇഷ്ടമുള്ളൊരു നമ്പർ അതിലേക്ക് ഏഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു നമ്പർ അതിലേക്ക് ഏഡ് ചെയ്ത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഞെക്കിയിട്ട് ഏഡ് ചെയ്യാം. ഇനി പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അതുപോലെ നിങ്ങൾക്ക് കോണ്ടാക്റ്റ്, ക്വിക്ക് മെസ്സേജും ഒന്ന് നമുക്ക് നോക്കാം. ഒരു നമ്പർ ഞാനിവിടെ ഏഡ് ചെയ്ത്, ഇതൊന്ന് കാണിച്ചു തരിക. എന്നാൽ ഇതുപോലെ എത്ര നമ്പർ നിങ്ങൾക്ക് ഏഡ് ചെയ്യാം. അതിന് ശേഷം ബാക്ക് വരികയാണ്. കോണ്ടാക്റ്റും അതുപോലെ തന്നെ ഏഡ് ചെയ്യാം. ബാക്ക് വന്ന് ഇനിയിപ്പോൾ ഈ ക്വിക്ക് കോളിങ് ഞാനിപ്പോൾ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് അങ്ങ് കട്ടാവും. മെസ്സേജ് കാണിച്ചു തരാം. മെസ്സേജിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതേ ഇതിൽ നമുക്ക് ക്വിക്ക് കോളിങ്ങിൽ അതിലൊന്ന് ഞെക്കിയാൽ മാത്രം മതി, കോളങ്ങ് പോയിക്കോളും. ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡുള്ളത് കൊണ്ട് എനിക്ക് അത് കട്ടാകുന്നതിനാണ് കാണിച്ചു തരാത്തത്. കോള് പോകുന്നേരം ഈ റെക്കോർഡിങ് കട്ടായി പോകും. ഒന്ന് ഞെക്കിയാൽ മതി. ഇന്ന് അധികം ഒന്നും ചെയ്യണ്ട. ഇത് വളരെ ഉപകാരമുള്ള ഒരു ഓപ്ഷനാണ്. ചില സമയത്ത് നമുക്ക് തിരഞ്ഞെടുക്കാനൊന്നും അങ്ങനെ ഡെയിലർ ഒന്നും ഓപ്പൺ ചെയ്യേണ്ട. ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്യുക, ഹോം സ്ക്രീനിൽ തന്നെ ഈ ഐക്കൺ ഉണ്ടാവും, ആ ഐക്കണിലൊന്ന് ഞെക്കി കൊടുക്കുക, കോളങ്ങ് പോയിക്കോളും. ഒരു പ്രശ്നമില്ല. ഇത് വളരെ ഉപകാരമുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു തന്നെ പറയുന്നുണ്ടോ? ആർക്കറിയാം. പിന്നെ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിക്കണ്ടേ? ഒന്ന് കമൻറ്റ് ഇടണേ. ഇഷ്ടപ്പെട്ടിക്കില്ലെങ്കിൽ കമൻറ്റ് ഇട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ആണ് വൈൻഡപ്പായി. എന്തൊരു കഷ്ടപ്പാടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം അല്ലേ? അതുവരെ പിന്നെ വേറെ എന്തോ പറയാൻ മറന്നുവല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈക്കോ കമൻറ്റോ ഷെയറോ എന്തൊക്കെയോ ബട്ടൺ ഉണ്ട് വീഡിയോൻ്റെ താഴെ. അത് നിങ്ങൾ നോക്കിയിട്ട് ഇടല്ല എന്തെല്ലാം വേണ്ടി വെച്ചാൽ. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ
ലിങ്കും ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതും നിങ്ങളൊന്ന് ഫോളോ ചെയ്താലെന്ന് അവിടെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ട് ഇന്ന്, അവിടെ നിന്നും കാണാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാതെ വരെ നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.